ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആണ്. അതിൽ ആംഗിൾസിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് 11th സ്റ്റാൻഡേർഡിൻ്റെ. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ആംഗിൾസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ആംഗിൾസ് എന്താണെന്നുള്ളത്. പക്ഷേ ആംഗിൾസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നതിന് മുമ്പേ നമുക്ക് റേ എന്താണെന്ന് അറിയണം. ഇപ്പം നിങ്ങളെല്ലാം മുമ്പ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്, എന്നാലൊന്ന് നമുക്ക് വെറുതെ ഓടിച്ചു വിടാം. റേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനൊരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ട്. ഈ സ്റ്റാർട്ടിങ് പോയിൻ്റിൽ നിന്ന് ഇത് ഒരു സൈഡിലേക്ക്, വൺ സൈഡിലേക്ക് എന്താണ്, ഇത് സൈഡിലേക്ക് ഇൻഫിനിറ്റ്ലി പോയിക്കൊണ്ടിരിക്കും. അതായത് ഇതൊരു ലൈനിൻ്റെ പാർട്ട് ഓഫ് ലൈനാണ്. പക്ഷേ ഇതിനൊരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇല്ല, എൻഡ് പോയിൻ്റ് ഇല്ല. അതെന്താണ്? കണ്ടിന്യൂസ് ഒരു സൈഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്? റേ ഈസ് എ പാർട്ട് ഓഫ് ലൈൻ. പിന്നെന്താണ്? വൺ സ്റ്റാർട്ട് അറ്റ് വൺ പോയിന്റ്. പിന്നെന്താണ്? കണ്ടിന്യൂസ് ഫോർ അവർ ഓൺ വൺ ഡയറക്ഷൻ. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ ആംഗിളിനെ കുറിച്ച് പറയാം. ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾസ് ആർ ഫോംഡ് ബൈ ടു റേ. അതായത് ആംഗിൾ ഉണ്ടാകുന്ന എങ്ങനെയാണ്? രണ്ട് റേ വെച്ചിട്ടാണ്. രണ്ട് റേക്ക് കോമൺ ആയിട്ട് ഒരു പോയിന്റ് ഉണ്ടാവും. അങ്ങനെയാണ് എന്തുണ്ടാകുന്നത്? ആംഗിൾ ഉണ്ടാകുന്നത്. അതായത് ഇങ്ങനെ ഒരു റേ വരച്ചു, പിന്നെ വേറൊരു റേയും, ഇതിൻ്റെ എന്താണ് പോയിൻ്റാണ് ഇത്. ഇതേ പോയിന്റ് കൂടെ തന്നെയായിരിക്കും അടുത്ത റേയും ഉണ്ടാക്കുക. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യും? ഒരു ആംഗിൾ ഉണ്ടാവും. അത് ആംഗിൾസ് ആർ ഫോംഡ് ബൈ ടു റേ ദാറ്റ് ഹാവ് എ കോമൺ പോയിന്റ്. ഇതിൻ്റെ രണ്ട് റേയിൻ്റെയും കോമൺ പോയിന്റ് എന്താണ്? ഇതാണ്. പിന്നെ എന്താണ്? ഇല്ലെങ്കിൽ എന്താണ്? രണ്ട് റേകളുടെ യൂണിയൻ, എന്നിട്ട് സെയിം കോമൺ പോയിന്റും. അതിനെയാണ് അങ്ങനെയും നമുക്ക് ആംഗിൾ എന്ന് പറയാം. അല്ലെങ്കിൽ വേറൊരു, അതായത് 11th സ്റ്റാൻഡേർഡിൻ്റെ ഇതിൽ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ആംഗിൾ ഈസ് എ മെഷർ ഓഫ് റൊട്ടേഷൻ. അതായത് ഈ ഒരു ഇതുണ്ട്, ഈ മെഷർ ഓഫ് റൊട്ടേഷൻ ഓഫ് എ ഗിവൺ റേ. ഇത് തന്നിരിക്കുന്ന റേ ആണ്, ഗിവൺ റേ. ഇതെന്ത് ചെയ്യുക? ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യുക, ഇങ്ങനെ തിരിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഒരു പോയിന്റിലെത്തുക. അതായത് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇത് വേറൊരു പൊസിഷനിലെത്തുക. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? അതിനെ നമ്മൾ എന്ത് പറയുക? ആംഗിൾ. അങ്ങനെയും ആംഗിളിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതായത് ഒരു ഗിവൺ റേ ഈ പോയിന്റ്, കോമൺ പോയിന്റ് വെച്ചിട്ട്, കോമൺ പോയിന്റിൻ്റെ അകത്തുനിന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ വേറൊരു പൊസിഷനിലെത്തുക. അങ്ങനെയാകുമ്പോൾ അതിനെ എന്ത് പറയും? നമ്മൾ ആംഗിൾ എന്ന് പറയും. അപ്പോൾ ഈ ആംഗിളിൽ ഈ രണ്ട് റേനെ നമ്മൾ എന്താ പറയുക? ആംസ് ഓഫ് ദ ആംഗിൾ എന്നാ പറയുക. അതായത് രണ്ട് കൈകൾ അല്ലെ, ആംസ് ഓഫ് ദ ആംഗിൾസ് എന്ന് പറയും. പിന്നെ ഈ തന്നിരിക്കുന്ന ഗിവൺ റേനെ നമ്മൾ എന്താ പറയുന്നത്? ആ സൈഡിന് എന്ത് പറയും? ഇനീഷ്യൽ സൈഡ് എന്ന് പറയും. പിന്നെ ഈ ഒരു റൊട്ടേഷൻ കഴിഞ്ഞ് അത് ഫൈനൽ ഒരു പൊസിഷൻ ഉണ്ടാവുമല്ലോ, ഫൈനൽ കിട്ടുന്ന ആ പൊസിഷനിൽ, അതായത് അതിനെയാണ് എന്ത് പറയുന്നത്? ടെർമിനൽ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ടെർമിനൽ സൈഡ്. അപ്പോൾ പിന്നെ എന്താണ്? ഇത് ഈ പോയിന്റിന്, അതായത് രണ്ടിൻ്റെയും കോമൺ പോയിന്റ് നമ്മൾ ഒറിജിൻ അല്ലെങ്കിൽ എന്താണ്? വെർട്ടെക്സ് എന്ന് പറയും. വെർട്ടെക്സ് എന്ന് പറയും. ഇപ്പോൾ ഇതാണ് ആംഗിൾ. പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ രണ്ട് പോസിറ്റീവ് ആംഗിളുണ്ട്, നെഗറ്റീവ് ആംഗിളുണ്ട്. ഈ പോസിറ്റീവ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഈ ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് കിട്ടുന്നത്. അതായത് ആൻറ്റി ക്ലോക്ക് വൈസിലുള്ളതിനെ നമ്മൾ പോസിറ്റീവ് എന്നും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും? നെഗറ്റീവ് എന്ന് പറയും. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് പറയുന്നത്. അപ്പോൾ ഇതായിരിക്കും എന്തെന്ന്? ഇനീഷ്യൽ സൈഡ് എന്ന് പറയുന്നത്. ഇത് ഇനീഷ്യൽ സൈഡും ഇതെന്താണ്? ടെർമിനൽ സൈഡും ആയിരിക്കും. പിന്നെന്താണ്? ഇത് സെയിം എന്താണ്? വെർട്ടെക്സും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ള പഠിക്കാനുള്ളത്. പോസിറ്റീവ് ആംഗിൾ ഇതൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് എന്താണ്, ഇനി വേറെ ഒന്നുമില്ല, വെർട്ടെക്സ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എക്സാമ്പിൾ എന്താണ്? ക്ലോക്ക് എടുക്കുകയാണെങ്കിൽ എന്താണ്? മിനിറ്റ് സൂചിയും അവർലി സൂചിയും എന്താണ്? ഇത് നമ്മൾ ഇതാക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഒരു ലാഡർ വെച്ച് കഴിഞ്ഞാൽ അത് എന്താണ്? ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ള. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആംഗിളിൽ പറയാനുള്ളത്. ഞാൻ അടുത്തത് ഡിഗ്രി ഓഫ് മെഷേഴ്സ് പഠിപ്പിക്കാം. ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാൻ ഇതിൻ്റെ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.